ഹലോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ കിച്ചടിയാണ്. റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കിച്ചടി എന്ന് പറയുന്നത്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് പച്ചരിയാണ്. വേവ് കുറഞ്ഞ് ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് പുലാവ് ഉണ്ടാക്കുന്ന റൈസ് എടുക്കാം, അല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന റൈസ് എടുക്കാം. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് 5 മിനിറ്റ് ഞാനൊന്ന് കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ചെറിയ 2-3 കഷ്ണം വെളുത്തുള്ളിയോടാണ് എടുത്തിരിക്കുന്നത്. കുട്ടികളുടെയൊക്കെ ടിഫിൻ ബോക്സിൽ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി നമ്മൾ കുക്കറൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യാണ് ഇഷ്ടമെങ്കിൽ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. അതിലേക്ക് ജീരകം ചേർക്കുക. ആദ്യമേ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ വെളുത്തുള്ളി ചേർക്കുക. അതിനുശേഷം ഉള്ളിയാണ് ചേർക്കുന്നത്. അതൊന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാനിപ്പോൾ ഇട്ട് കൊടുത്തില്ല. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിനാവശ്യമുള്ള പരിപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഞാൻ തുമരപ്പരിപ്പ്, അതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ചെറുപയറിൻ്റെ ചെറിയ പരിപ്പ് കിട്ടും, അതും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ മുഴുവനായിട്ട് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ 1/2 കപ്പ് ഡാലാണ്. ഡാൽ മീൻസ് പരിപ്പാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തതിനകത്തോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ തക്കാളി കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയും ആ പരിപ്പിൻ്റെ മിക്സ് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. നമ്മൾ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിയും ഒരു 1/2 കപ്പോളം പരിപ്പുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് 4 ഗ്ലാസോളം വെള്ളം ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് നെയ്യ് ഞാനിതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നീട് ഒരു വിസിൽ മാത്രം നമുക്ക് ഇതിൽ നിന്ന് അടിച്ചിരുന്നാൽ മതി. ആ ഒരു വിസിൽ നേരത്തേക്ക് നമ്മളതൊന്ന് അടച്ചു വെക്കുക. ആ ഒരു വിസിലിന് ശേഷം നമ്മുടെ കിച്ചടിയുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കിച്ചടിയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് തൈരിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു സാലഡ് പോലെ ഉണ്ടാക്കി കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ചാറിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും.